Hello. Let's talk about beauty. ബ്യൂട്ടി അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ലുക്ക് എന്നായിരുന്നേ. ആ, ഒരു നമുക്കൊരു ഏജ് ഒക്കെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ ക്യാരക്ടറും നമ്മുടെ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുമെന്ന്. ഞാൻ ഈ റീസെൻ്റ്ലി ആയിട്ടൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ അട്രാക്റ്റീവ്നെസ്സിനെ പറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് വർത്താണ് ഷെയർ ചെയ്യാനായിട്ടൊന്ന്. അപ്പോൾ വെൽക്കം ടു മാജിക് ടേൽസ്. ഞാൻ ഈ മാജിക് ടേൽസിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കേൾക്കാതെ പോയതും ഞാൻ അറിയാതെ പോയ കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇതാണ് the most attractive women are the ones who have higher boundaries. അപ്പോൾ എന്താണ് ഈ ബൗണ്ടറീസ് അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിലെ ബൗണ്ടറീസ്, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ ബൗണ്ടറീസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ സ്ത്രീയുടെ അതിർത്തികൾ, സ്ത്രീകൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നത് എല്ലാ ജെൻഡറിനും, മെയിലിനും ഇതാണ് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഒരു വ്യക്തിയുടെ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, അല്ല നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന, നെഗറ്റീവ് വൈബ്സ് തരുന്ന എല്ലാ കാര്യങ്ങളുടെ ഇടയിൽ നമ്മളൊരു അതിർത്തി അല്ലെ ഒരു ബൗണ്ടറി വെക്കുക. അതെന്ന് വെച്ചാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതിനാണല്ലോ ആണല്ലോ അല്ലേ? എനിക്കറിയാം നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാതിരിക്കും എന്താണ് അവരുടെ ബൗണ്ടറി. ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിക്ക് അറിയാം അവരുടെ ബൗണ്ടറി എന്താണെന്ന്. ചിലപ്പം വളരെ അതൊന്നും അറിയാത്ത ആളുകളും ഉണ്ടാവാം, എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ കേൾക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വീഡിയോ. അപ്പം ഇപ്പം നമ്മുടെ ഈ ഒരു ആളുകളുടെ ബൗണ്ടറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിന് വേണ്ടി അല്ലേ. അപ്പം ചിലപ്പോൾ അത് നമ്മുടെ ഫാമിലിയിലെ തന്നെ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കളയുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്, നെഗറ്റീവ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരും ആയിക്കോട്ടെ, പ്ലേസസ്, സർക്കംസ്റ്റൻസസ്, നമുക്ക് എന്തും അറിയില്ല, എന്തും ആയിക്കോട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് അല്ലേ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കോൺസ്റ്റൻ്റ്ലി ആരെങ്കിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബൗണ്ടറി സൂക്ഷിക്കണം. അപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും, don't let anyone dim your light. Keep shining. Have a higher boundaries and be more attractive. Okay, thank you.